കനലിലിട്ട് ചുട്ടാലേ വിശേഷമായി. ചുട്ട് കഴിക്കണം. അഗ്നിസമയവും കൂടുതലായിട്ട് വരുമ്പോഴേ കുഞ്ഞു കുട്ടികൾക്ക് ഈ കഫപ്രകൃതി ഉണ്ടാവും. മനസ്സിലായോ? പച്ചയ്ക്ക് കൊടുക്കരുതിട്ട് ഒരിക്കലും. കുട്ടികൾക്ക് അത് പ്രായമായവർക്കൊരു പഴുത്ത പഴം വേവിക്കാതെയോ പുഴുങ്ങാതെയോ ചുടാതെയോ കൊടുക്കരുത്. എന്താ കാരണം വെച്ചാൽ കഫം വർദ്ധിപ്പിക്കും, കഫത്തെ വർദ്ധിപ്പിക്കും. മനസ്സിലായോ? ബ്രഹ്മണമാണ്. മനസ്സിലായോ? തടി വെപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളാകുമ്പോൾ കഫകാലമാണ്, കഫപ്രായമാണ്, കഫക്കെട്ട് കൂടുതലായിരിക്കും, കഫസംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടായിരിക്കും, ആമാവസ്ഥ ഉണ്ടാവും, ദഹനക്കേട് ഉണ്ടാവും, ഓക്കാനവും ഛർദിയൊക്കെ വരുന്നുണ്ടാവും, വിരശല്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ നേരെ നന്നായിട്ട് പഴുത്ത പഴം വേവിക്കാതെയോ ചുടാതെയോ കൊടുത്തു കഴിഞ്ഞാൽ അപകടമാവുകയായി. പറഞ്ഞില്ല എന്ന് വേണ്ട, കൊടുക്കരുത് ഒരിക്കലും. എന്നാൽ ഇത് കനലിലിട്ട് ചുട്ട് കൊടുത്താണല്ലോ, ഇതൊരു ഔഷധം പോലെയാണ്, മരുന്ന് പോലെയാണ്. നന്നായിട്ട് പഴുത്ത കറുത്ത തൊലിയായത് കാണാനൊന്നും വലിയ ചന്തം ചെയ്യലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ കറുത്ത തൊലിയായിട്ട് നന്നായിട്ട് പഴുത്തത് കനലിലിട്ട് ചുട്ടതിന് ശേഷം അതിൻ്റെ നടുവിൽ അത് പൊളിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ടാവില്ലേ, ആ നാര് കളയണം. അത് ദഹിക്കില്ലേ ചിലപ്പോൾ കുട്ടികൾക്ക്. എന്നിട്ട് ആ ചുട്ട പഴം വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ വഴി പറയാം, വേറെ എവിടെയും കൂടി ഉണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ